നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിനുള്ള മുന്നൊരുക്കത്തിലാണ് നമ്മുടെ രാജ്യം. നാളെയും മറ്റന്നാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനെത്തുന്നത് പഞ്ചാബിലാണ്. എന്നാൽ മോദിയുടെ വരവിന് തൊട്ട് മുൻപായി മോദിയുടെ പ്രചരണ റാലി നടക്കാനിരിക്കെ പഞ്ചാബിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഖാലിസ്ഥാൻ വാദികളുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലി പട്യാലയിൽ നടക്കാൻ പോകുന്നത്. അതിനിടയിലാണ് പട്യാലയിലുള്ള ഒരു മേൽപ്പാലത്തിൽ മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഈ ഖാലിസ്ഥാൻ വാദികൾ കുത്തി നിറച്ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടി സിഖ് എന്ന് എഴുതിയ ചുവരെഴുത്തുകളായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നിൽ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയാണ് എന്നുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചുവരെഴുത്ത് മായ്ക്കാനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ റാലിയോടനുബന്ധിച്ച് പട്യാലയിൽ വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ ഖാലിസ്ഥാൻ വാദികളുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് ദില്ലിയിൽ തന്നെയാണ്. ഇപ്പോൾ അതിന് പിന്നാലെ പഞ്ചാബിലും അത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. G20 സമ്മേളനത്തിന് മുന്നോടിയായി ദില്ലിയിലെ മെട്രോ സ്റ്റേഷനുകളിലും സമാനമായ ചുവരെഴുത്തുകൾ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അതിന് പിന്നിലും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന തന്നെയായിരുന്നു. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ കരിങ്കൊടി കാണിക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സംഘർഷഭരിതമായ നിലയിലേക്ക് അവരുടെ പ്രതിഷേധം കൊണ്ടുപോകുന്നില്ല. മറിച്ച് മോദി പങ്കെടുക്കുന്ന വേദികളിലൊക്കെ തന്നെയും തങ്ങൾ കരിങ്കൊടി ഉയർത്തുമെന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഖാലിസ്ഥാൻ വാദികളുടെ ഭാഗത്ത് നിന്നും ചുവരെഴുത്ത് കൂടി ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്രയധികം സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലി നടത്തിയിട്ടുണ്ട്. 1ാം ഘട്ടത്തിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ഒരു ദിവസം 2-3 റാലികൾ പോലും മോദി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്ര വലിയ വെല്ലുവിളികളാണ് പഞ്ചാബിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ മോദി പ്രചരണം നടത്തിയ ഒരു സംസ്ഥാനം പോലെ ആവില്ല നാളത്തെ പഞ്ചാബ് സന്ദർശനം അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന റാലികളൊക്കെ. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നിരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഖാലിസ്ഥാനികളുടെ ഒരു ചെറിയ പ്രതിഷേധം അല്ലെങ്കിൽ മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയും മായ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് പോലീസ് ഭരണകൂടവും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.